ഹായ്, ആദു സെറ്റ് ലൈഫ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ നാളായി കരുതുന്നു അമ്പലത്തിലൊക്കെ പോകണം, പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലോട്ടോ. ഏകദേശം ഒരു 2 വർഷത്തോളം അടുത്തായിട്ടുണ്ട് ഞാൻ ശിവക്ഷേത്രത്തിൽ പോയിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒന്ന് പോയി കളയാമെന്ന്. എന്താണോ എനിക്ക് പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല, ആകെ കൂടിയൊക്കെ ഒരു തടസ്സമായിരുന്നു. ഇന്ന് ആ തടസ്സങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ച് മനസ്സ് അങ്ങ് വിചാരിച്ച് ഇന്ന് പോകണമെന്ന് തന്നെ കരുതി അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ കരുതി പോകണമെന്ന്, വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, മഴ പെയ്യുമോയെന്ന്. എന്തോ ഭാഗ്യത്തിന് മഴയും പെയ്തില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകാം, വരുമ്പോൾ തന്നെ കുളിച്ച് റെഡി ആകണേന്ന്. ഞാനും അവർ വരുന്നേക്കാൾ മുമ്പ് തന്നെ വീട്ടിലെ പണിയൊക്കെ കഴിച്ച് ഒന്ന് കുളിച്ച് റെഡി ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ മോളെ സ്കൂൾ വിട്ട് കൊണ്ടുവന്നത് ഞാനാണ് കേട്ടോ. ഇന്ന് ഒഴിവായിരുന്നു, എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനാണിന്ന് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയത്. അപ്പം മോളെയും കൂട്ടിക്കൊണ്ട് വന്ന് അപ്പം തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. റെഡിയാക്കിയതിന് ശേഷം അവൾ നേരത്തെ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. വന്ന് കുളിച്ച ഉടനെ തന്നെ അവളങ്ങ് ഉറങ്ങി, ചായ പോലും കുടിച്ചില്ല കേട്ടോ. അപ്പം ആണ് മക്കളും വന്നത്. പിന്നെ മക്കളെയും റെഡിയാക്കി കേട്ടോ. മക്കളും എന്തോ ഇന്ന് സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും അല്ല, എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അരമണിക്കൂർ വഴക്കൂടി നടന്നതിന് ശേഷമാണ് റെഡി ആകത്തുള്ളൂ. ഇന്ന് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും പോയില്ല, വന്നപ്പോൾ തന്നെ കുളിച്ചു റെഡിയായി. പിന്നെ അവർക്ക് ഓട്ടോറിക്ഷ വരാത്ത എന്താണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കാത്തിരിപ്പായി. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. 3 പേർക്കും പോകാനായിട്ട് നല്ല ഉത്സാഹമായിരുന്നു. ഒരു മടിയും വിചാരിക്കാതെ 3 പേരും എൻ്റെ കൂടെ ഇറങ്ങി വന്നു കേട്ടോ. അല്ലെങ്കിൽ ഒരാളെങ്കിലും മടി പിടിച്ച് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നേനെ, സാധാരണ അങ്ങനെയാണ്. ഇന്ന് എന്തോ 3 പേരും വരാനായിട്ട് മനസ്സ് കാണിച്ചു. ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കുഞ്ഞാപ്പുവാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ക്യാമറമാനെ അങ്ങനെ എനിക്ക് കിട്ടി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് എടുത്തതല്ല, അവളുടെ ഇഷ്ടത്തിന് എടുത്തതാണ് കേട്ടോ. ഞങ്ങളുടെ പിള്ളേക്കാട് ശിവക്ഷേത്രമാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 30-40 രൂപ പോയിൻ്റാണ് ഓട്ടോറിക്ഷയിൽ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വന്നു. ഒരു 6:30 ഇപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് കേട്ടോ. പിന്നെ ദീപാരാധനയ്ക്കൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ തൊഴുതു ഞങ്ങൾ പോകുന്നു കേട്ടോ. ജസ്റ്റ് പുഷ്പാഞ്ജലി കഴിച്ചു, അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ മഴ പെയ്താലോ എന്നുള്ള ടെൻഷനും കൂടി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. എന്തായാലും മടി പിടിച്ചിരിക്കത്തില്ല, ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ അമ്പലങ്ങളുണ്ട്, ഇരിങ്ങാലക്കാവ്, അവിടെയൊക്കെ പോയിട്ട് കുറേ നാളായി. അപ്പം എപ്പോഴും പോകാനായിട്ട് ആഗ്രഹിക്കുന്ന അമ്പലമാണ് ഇരിങ്ങോൾ, പിന്നെ കല്ലില് ക്ഷേത്രം. ഇതൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലങ്ങളാണ്. അപ്പം ഇതൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോസൊക്കെ എടുക്കാം, ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഇടാം. അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നിറയെ സ്നേഹം, എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഈ ഒരു കുറി തുറന്ന് കണ്ടത് ഇത് ഭസ്മമാണ് കേട്ടോ. ശിവൻ്റെ അമ്പലത്തിൽ ഭസ്മ കിട്ടാറ്. അപ്പം ഭസ്മം തൊടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാട്ടോ ഈ ഒരു ക്യാമറ പിടിച്ചിരുന്നത്, അപ്പോൾ എന്നെ കൂടി തൊടിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മൂവാക്കി കേട്ടോ. ഞാൻ തനിയെ പിടിച്ച് എൻ്റെ വീഡിയോസ് എടുത്ത് കാരണം അത്ര ക്ലിയറായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് എൻ്റെ ഒരു ഫേസ് മാത്രമൊന്നും കിട്ടിയല്ലോ, അത്രയും കിട്ടിയത് ദൈവാധീനം. ചുമ്മാ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. അവിടെ നല്ല സ്ലിപ്പാണ് കേട്ടോ നടുക്ക്. അപ്പം നീ കണ്ടോ, ഒരുത്തി കാണിക്കുന്നതുണ്ടോ, ഒരാൾ എൻ്റെ ഭാഗം പിടിച്ചുകൊണ്ട് നടക്കുന്നു, ഒരാളത് അവിടെ അതിൽ കൂടെ കയറി ഇറങ്ങി കളിക്കുന്നു. ഇതാണ് ഇവരുടെ 2 പേരുടെയും പൊരുത്തക്കേട്. ഇപ്പോഴും അവൾക്ക് ഇങ്ങനെ ഊർന്നിറങ്ങി കളിച്ചുകൊണ്ട് നടക്കാനാണ് ഇഷ്ടം. പെണ്ണിൻ്റെ കാര്യം വന്ന എന്തായാലും എല്ലാവർക്കും നല്ലത് പറ്റട്ടെ. സീ യു.